കർണാടക കേരള മുഖ്യമന്ത്രിമാർ രണ്ടുപേരും അവിടെ വന്നല്ലോ, എം പിമാരെ കൂടാതെ. അപ്പോൾ ഡി കെ ശിവകുമാറിനും വി ഡി സതീശനും പോലും അറിയില്ലായിരുന്നു ഇതെന്തിനാണ് വിളിപ്പിക്കുന്നത്. അവർ വിചാരിച്ച് മല്ലികാർജ്ജുന ഖാർഗെയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയാണ്, കേക്ക് കെട്ടാൻ വേണ്ടിയാണെന്നാണ്. അതിൻ്റെ ഒരു വൈക്ലഭ്യം വി ഡി സതീശൻ്റെയൊക്കെ മുഖത്തുണ്ടായിരുന്നു. വി ഡി സതീശൻ മുദ്രാവാക്യം ഒന്നും വിളിക്കുന്നില്ല. കെ സി വേണുഗോപാൽ ഫ്രണ്ടിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രിയങ്കാന്തിക്കൊപ്പം. വി ഡി സതീശനെ കണ്ട് വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോയ മാതിരി ഒരു വൈക്ലഭ്യം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഞാനിവിടെ ഇരിക്കേണ്ട ഒരാളല്ല എന്നൊരു ഫീൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ വി ഡി സതീശൻ അങ്ങനെ ഒരു സമരം ചെയ്തു വന്ന രാഷ്ട്രീയ നേതാവല്ല. സമരത്തിൽ മുദ്രാവാക്യം വിളിക്കുക എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു ശീലമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടുകൂടിയാകാം. പക്ഷേ അദ്ദേഹം മുദ്രാവാക്യമൊന്നും വിളിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു പ്രൊട്ടസ്റ്റോടുകൂടി, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുമ്പിൽ നടന്ന പ്രൊട്ടസ്റ്റോടുകൂടി കോൺഗ്രസ് ചിത്രത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കോൺഗ്രസ് ഇതുവരെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ മൂവ്മെൻറ്റ്, ഓൺലൈൻ മൂവ്മെൻറ്റിനെ ആണെങ്കിലും ജനതാ മന്ദിറിൽ നടന്ന പരിപാടികളിലാണെങ്കിലും. കോൺഗ്രസ് വേറെ തന്നെ സമാന്തരമായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രൊട്ടസ്റ്റ്, കോൺഗ്രസ് അല്ല NSU ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പോഷക സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് ഒക്കെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് വളരെ പെട്ടെന്ന് അവിചാരിതമായി കോൺഗ്രസ് രംഗപ്രവേശം ചെയ്തതോടെ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ആവുന്നപ്പോഴേക്കും ചിത്രത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രൊട്ടസ്റ്റ് ആരുടേതാണ്? കോൺഗ്രസിൻ്റേതായി മാറി. ഇപ്പോൾ CJP ചിത്രത്തിലില്ല. അപ്പോൾ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ് എന്തുകൊണ്ട് ഇതിൽ ഇറങ്ങിക്കളിക്കാൻ തീരുമാനിച്ചു? അതാണ് നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ CJP എന്നൊരു ഓൺലൈൻ മൂവ്മെൻറ്റ്, ഒരു സർക്കാസ്റ്റിക് ഓൺലൈൻ മൂവ്മെൻറ്റ് വരുമ്പോൾ, പിന്നെ ജന്തർ മന്ദറിൽ അവരുടെ പ്രൊട്ടസ്റ്റോ തുടങ്ങുമ്പോഴൊന്നും കോൺഗ്രസ് അതിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. CJP എന്ന മൂവ്മെൻറ്റിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. അതൊരു വലിയ മൂവ്മെൻറ്റായി മാറുമെന്നോ അതിലേക്ക് കൂടുതൽ ആളുകൾ വരുമെന്നോ ഒന്നും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ മിനിഞ്ഞാന്നത്തെ പാർലമെൻറ്റ് മാർച്ചിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ CJP പോലും വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ജനപങ്കാളിത്തം മാറി എന്നുള്ളതാണ്. അതിൽ വ്യത്യസ്ത വിദ്യാർത്ഥി സംഘടനകൾ പങ്കുചേരുന്നു. ഒരു വിദ്യാർത്ഥി സംഘടനയില്ലാത്ത യുവാക്കൾ വരുന്നു, കുറേ അധികം ആളുകൾ വരുന്നു. ഇന്ന് കണ്ടൊരു ദൃശ്യം, ഡൽഹി മെട്രോ സ്റ്റേഷനിൽ ആളുകൾ തെരഞ്ഞെടുത്താണ് ജന്തർ മന്ദിറിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ആളുകൾ തെരഞ്ഞെടുത്തുമ്പോൾ ആളുകൾ ഡൽഹിയിലെ ഈ കമ്മ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ, യാത്രക്കാർ, അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. മോദി തേരി താനാശാഹി നെഹി ചലകി എന്നുള്ള മുദ്രാവാക്യം വിളിക്കുകയാണ്. അത് ഡൽഹി മെട്രോ സ്റ്റേഷനിൽ സാധാരണ യാത്രക്കാർ മോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റൊന്ന്, നമ്മൾ ഈ പ്രൊട്ടസ്റ്റിൻ്റെ മൊത്തം ഒരു ബിഹേവിയർ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നത് ജെൻസി കിഡ്സ് ആണല്ലോ. സ്വാഭാവികമായിട്ടും 2000-ന് ശേഷം ജനിച്ച കുട്ടികളാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ പലരും വോട്ടർമാരാണ്, ചിലർക്ക് വോട്ടില്ലാത്തവരുണ്ട്, വോട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഞാൻ അവരുടെ ബിഹേവിയറിൽ കണ്ടൊരു കാര്യം, ഇവർക്ക് ഭയം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഈ 12 വർഷം നമ്മൾ എന്തെല്ലാം സമരങ്ങൾ കണ്ടു. ഇപ്പോൾ രോഹിത് വെമുല സ്ട്രൈക്ക് സമരങ്ങൾ കണ്ടു, CA പ്രൊട്ടസ്റ്റ് കണ്ടു, കർഷക സമരം കണ്ടു, അങ്ങനെ പട്ടിദാർ സമരം കണ്ടു. ഈ സമരങ്ങളിലൊക്കെ സമരം ചെയ്യുന്നവർക്ക് അറിയാം തങ്ങൾ എന്താണ് നേരിടാൻ പോകുന്ന പ്രത്യാഘാതം എന്നുള്ളത്. ഒന്ന് പോലീസ് ബ്രൂട്ടാലിറ്റി ഒരു വശത്ത്, മറ്റൊന്ന് കേസുകൾ വരും, പിടിച്ച് ജയിലിലിടും, UAPA ചാർത്തും, ഇത് പലതും സംഭവിക്കും. പക്ഷെ ഇവരെ സംബന്ധിച്ച് തങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഭയവുമില്ലാതെയാണ് അവർ പെരുമാറുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ക്യാമറകൾക്ക് മുമ്പിൽ വന്ന് മോദിയെയും അമിത്ഷായെയും ചീത്ത വിളിക്കുന്നു. ഇത് നമ്മൾ മുമ്പ് ഒരു പ്രൊട്ടസ്റ്റിലും അങ്ങനെ കണ്ടിട്ടില്ല. വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ചീത്ത വിളിക്കുന്നു. അതൊരു തരം ഭയമില്ലായ്മയാണ്. അതായത് ഇങ്ങനെ ചെയ്താൽ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം ഈ വിദ്യാർത്ഥികൾക്കില്ല. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു ബിഹേവിയർ മൊത്തം ഒരു സീരിയസ്നെസ് ഇല്ലാത്തതുപോലെയും തോന്നും, അൺസീരിയസ് ആണ്. ഇപ്പോൾ ഒരു തകർന്നു കിടന്നൊരു കാറിൽ നിന്ന് ഒരു പയ്യൻ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അവൻ അകത്തുനിന്ന് ഒരു കൂളിംഗ് ഗ്ലാസ് കിട്ടി ക്യാമറയിൽ നോക്കി സ്റ്റൈലിഷായിട്ട് നടന്നു പോകുന്നു. അങ്ങനെ പല രസത്തിൽ ഭയങ്കര തമാശയായിട്ട് ഇതിനെ കാണുന്നത്. ഈ പ്രൊട്ടസ്റ്റിന് മൊത്തം ഒരു തരം തമാശയായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ എന്തായിരിക്കും അവരെ സംബന്ധിച്ച്, തങ്ങൾക്കെതിരെ UAPA ചാർത്തില്ല, തങ്ങളെ പിടിച്ച് ഇപ്പോൾ ഉമർ ഖാലിദിനെ കിട്ടതുപോലെ ജയിലിലിടില്ല എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടോ? എന്തും ചെയ്യാം. അത് വളരെ ലാഘവത്തോടെ ഒരു കൂസലുമില്ലാതെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരാണ് നമ്മൾ അവിടെ കാണുന്നത്. അതിലൊരുപാട് ഗൂസ് മൊമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഈ വിദ്യാർത്ഥികളുടെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. ഭയങ്കര രസമുള്ള സമരം. ഒരുപക്ഷെ കഴിഞ്ഞ 12 വർഷം നടന്നിട്ടുള്ള സമരങ്ങളിൽ, ഇപ്പം നമ്മൾ JNUവിലും ജാമ്യയിലും കണ്ട സമരങ്ങളേക്കാൾ കുറേ കൂടി ഓർഗാനിക് ആയിട്ടുള്ള, കുറേ കൂടി നല്ല മൊമെൻറ്റ്സ് ഉള്ള ഒരു സമരമായിട്ടാണ് എനിക്കിതിന് തോന്നുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് തന്നെയാണ്, ഈ ഒരു തരം കൂസലില്ലായ്മ, ഈ ഭയമില്ലായ്മ, ഇതാണ് ഈ പ്രൊട്ടസ്റ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ട്രജക്ടറി എന്ന് പറയുന്നത്. കാരണം നമ്മൾ മുമ്പുള്ള സമരങ്ങളിൽ സമരം ചെയ്യുന്നവർക്ക് അറിയാം തങ്ങൾ നേരിടാൻ പോകുന്ന എന്താണെന്നുള്ളത് അറിയാമായിരുന്നു. ആ ഭയം അവർക്കുണ്ടായിരുന്നു. ആ ഭയം ഇപ്പോൾ കർഷക സമരത്തിലുള്ളവർക്കും അറിയാം എന്താണ് നേരിടാൻ പോകുന്നുള്ളത്. ഇവരെ സംബന്ധിച്ച് ആ ഭയമില്ലാത്ത ഒരു ബിഹേവിയർ ഉണ്ട്. ഈ ഭയമില്ലായ്മയാണ് യഥാർത്ഥത്തിൽ മോദിയും അമിത്ഷായും ഭയക്കുന്നത്. കാരണം ഈ ഭയമില്ലായ്മ, നമ്മുടെ രാജ്യത്ത്
കഴിഞ്ഞ 12 വർഷമായി നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്ന മോദിയല്ല, ഭയമാണ്. അപ്പോൾ ഈ ഭയം ഇല്ലായ്മ ജനങ്ങൾക്ക് വരുന്നു. ഇത് ഈ പ്രൊട്ടസ്റ്റേഴ്സിന് മാത്രമല്ല, ഈ ജെൻസി ജനറേഷന് മാത്രമല്ല, എല്ലാവർക്കും ഭയമില്ലായ്മ വരുന്നു എന്നുള്ളൊരു തെളിവാണ് ഞാൻ മുമ്പ് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലെ ആളുകൾ മോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചാൽ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയതാണ്, അവൻ്റെ ജീവിതം പോയി. ആ ജീവിതം പോകും എന്നുള്ള ഭയമില്ലായ്മ ആളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭയമില്ലായ്മ രാജ്യത്തൊരു സൂചനയാണ്. എനിക്ക് തോന്നുന്നു ആ സൂചന കോൺഗ്രസ്സിന് മനസ്സിലായിട്ടുണ്ട്. കാരണം CJPയുടെ ആഹ്വാനപ്രകാരം മാത്രമല്ലാതെ ഈ പാർലമെൻറ്റ് മാർച്ചിലേക്കും ജന്തർ മന്ദറിലേക്കും കൂടുതൽ യുവാക്കൾ വരുന്നു, അതിന് വലിയ തോതിലുള്ള പങ്കാളിത്തം ലഭിക്കുന്നു, ബഹുജന പിന്തുണ ഉണ്ടാകുന്നു. ഇത് ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്നൊരു പ്രതിഭാസമല്ല, രാജ്യത്ത് പലയിടത്തും ഇത്തരം പ്രൊട്ടസ്റ്റ്, ബോംബെയിലൊക്കെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ രാജ്യത്ത് പല ഭാഗങ്ങളിലും ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാത്ത ഒരു തരം ഒത്തുതീർപ്പിനും തയ്യാറല്ലാത്ത വിധം ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ മൂഡ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അയാളുടെ മുമ്പിൽ രാജിയല്ലാതെ ഒരു തരം കോംപ്രമൈസും ഇല്ല അതിൽ. ഇനി സർക്കാർ തന്നെ ഇനി ചർച്ച നടത്തുകയാണ്, CJP ലീഡേഴ്സായിട്ടൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. ഈ CJP ലീഡേഴ്സ് പറയുകയാണ് ഞങ്ങൾ സമരം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞാൽ പോലും രാജ്യത്തെ ഈ പുതിയ തലമുറ ഈ സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ളിടത്തേക്ക് അതിൻ്റെ ഒരു ട്രജക്ടറി മാറിക്കഴിഞ്ഞു, അതിൻ്റെ ഒരു ദിശ മാറിക്കഴിഞ്ഞു. ഈ ദിശാമാറ്റം കോൺഗ്രസ്സിന് മനസ്സിലായി. ഇതുവരെ അവർ ഈ പ്രൊട്ടസ്റ്റിൽ നിന്ന്, ഈ CJPയിൽ നിന്ന് അകലം പാലിച്ചെങ്കിൽ ഇന്നാ സമരം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി അത് കോൺഗ്രസ്സിൽ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തോടുകൂടി നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, കോൺഗ്രസ്സിന് ഇനി ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. കോൺഗ്രസ്സിന് ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഒരുപക്ഷെ CJP കോൺഗ്രസിൻ്റെ പുറകിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ സമരത്തിൻ്റെ ദിശ മാറുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഭരണകൂടത്തെ, സർക്കാരിനെ, കേന്ദ്ര സർക്കാരിനെ വല്ലാത്ത രീതിയിൽ ധർമ്മസങ്കടത്തിലാക്കുന്നുണ്ട്. കാരണം അവർ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. അവരുടെ കാൽക്കുലേഷൻസ് മുഴുവൻ തെറ്റിയിരിക്കുന്നു. ഈ സമരം ഇങ്ങനെ എങ്ങാ പോവും, അത് വേറെ രീതിയിൽ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ രസകരമായൊരു കാര്യം, ഈ സമരത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ചില കോണുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ റിപ്പബ്ലിക് ചാനൽ അർണബ് ഗോസ്വാമി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ സമരത്തെ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഫണ്ടിങ് ആണെന്ന് കുറച്ച് നേരം പറയും, കുറച്ച് നേരം അമേരിക്കയുടെ ഫണ്ടിങ് ആണെന്ന് പറയും. ഇപ്പോൾ ഇന്ന് കേൾക്കുന്നൊരു വാർത്ത, കേന്ദ്ര സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥർ ഇവരുടെ സ്റ്റുഡിയോയിലെത്തി, അർണബ് ഗോസ്വാമിയുടെ സ്റ്റുഡിയോയിലെത്തി മേലാൽ അമേരിക്കൻ ഗൂഢാലോചനയാണെന്ന് പറയരുത് എന്ന് അവരോട് ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾ അറിയുന്നത്. അത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലായി. അമേരിക്കൻ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞാലേ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആളുകൾ വിശ്വസിക്കും. അപ്പോൾ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അതുപോലെ ഇന്ന് സ്വന്തം ഫ്രണ്ടിനെ വീഴ്ത്താൻ വേണ്ടി അമേരിക്ക കൂടാൻ നടത്തുന്ന കാര്യമില്ലല്ലോ. അത് വേറെ കാര്യം അല്ല, അത് വേറെ രീതിയിൽ പ്രശ്നമാവും. അർണബ് ഗോസ്വാമിയെ പോലെ ഒരാൾ പറയുകയാണ് ഇത് അമേരിക്കൻ കൂടാലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മോദിജിക്ക് വീണ്ടും അമേരിക്കയിൽ പോകേണ്ടതാണല്ലോ. മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അല്ല, അവർ ഫ്രണ്ട്സ് ആണെന്ന് ആൾക്കാരെ പറഞ്ഞ് വിശ്വസിച്ചിരിക്കെ അവർ തന്നെ പറയാണ് മോദിയെ തകർക്കാൻ വേണ്ടി അമേരിക്ക ഫണ്ട് ചെയ്തു. ഇനി ഇന്ന് എനിക്ക് കിട്ടിയൊരു സംഘി വാട്സപ്പ് ഫോർവേഡാണ് അതിൽ രസകരം. അതായത് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബംഗ്ലാദേശിൽ നടന്നതുപോലെയാണല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചതാണല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ സഹോദരന്മാരെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി പ്രസ്താവന ഇറക്കിയെന്ന് സെൻട്രൽ ഓഫീസ് ധാക്കാന്നൊക്കെ എഴുതിയിട്ട് അത് കണ്ടായിരുന്നോ? പക്ഷേ പ്രശാന്ത് ശിവനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആണോ? അതിൻ്റെ അക്ഷരം തെറ്റാണ്. അതിൻ്റെ ലോഗോയിൽ തന്നെ അക്ഷരം തെറ്റാണ്. അപ്പോൾ എനിക്ക് അയച്ചതെന്ന് സംഗീത സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പ എന്ന് ചോദിച്ചു. പിന്നെ മറുപടി ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് BJPയും RSSും കേന്ദ്ര സർക്കാരും പ്രതീക്ഷിച്ച രീതിയിലല്ല ഈ സമരത്തിൽ മുന്നോട്ട് പോകുന്നത്. അവർ പ്രതീക്ഷിച്ച രീതി, ഇനി CJP പോലും പ്രതീക്ഷിച്ച രീതിയിലല്ല അത് പോകുന്നത്, കോൺഗ്രസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത രീതിയിലല്ല അത് പോകുന്നത്. ഇതിന് വേറൊരു ട്രാജക്ടറി വരികയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭയമില്ലാത്ത ഒരു ജനറേഷനെയാണ്, പേടിയില്ലാത്തൊരു ജനറേഷനെയാണ് ഈ 3 ശക്തികൾക്ക് നേരിടേണ്ടി വരുന്നത്. അതിൽ ഞാൻ ഇന്നലെ സംസാരിച്ച പോലെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ പേരൻസ് ഒരു പക്ഷേ BJP വോട്ട് ചെയ്യുന്നവരായിരിക്കാം, അവർ സംഘപരിവാർ സപ്പോർട്ടേഴ്സ് ആയിരിക്കാം. പക്ഷേ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതൊന്നും പ്രശ്നമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ ഫ്യൂച്ചറാണ് പ്രധാനം. വേണമെങ്കിൽ അവരെ നമുക്ക് പൊളിറ്റിക്കൽ എന്നൊക്കെ വിളിക്കാം, ഒട്ടും സീരിയസ് അല്ലാത്ത നോൺ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വിളിക്കാം. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ഭരണകൂടത്തെ ഭയമില്ല, RSSനെ ഭയമില്ല, BJP ഭയമില്ല. ഇതാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി BJP, RSSനെയും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്. മറ്റൊന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചാണ്. കോൺഗ്രസ് ഈ സമരം ഏറ്റെടുക്കുന്നതോടുകൂടി ഇതിന് കുറേ കൂടി വ്യാപ്തി ഉണ്ടാകുന്നു. പ്രതിപക്ഷം ഇതിൻ്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് വരുന്നു. ഇതുവരെ ഇതൊരു ഓൺലൈൻ മൂവ്മെൻ്റ് ആയിരുന്നെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അത് ഏറ്റെടുക്കുന്നതോടുകൂടി, കോൺഗ്രസ് മാത്രമല്ല, ഇപ്പോൾ CPM ആവട്ടെ, CPMൻ്റെ പോഷകമാവട്ടെ, SFI ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വലുതാവുകയാണ്. ഈ സമരം ഇനി കൂടുതൽ വലുതാവുകയാണ്.
ഇത് കൈകാര്യം ചെയ്യുക കേന്ദ്ര സർക്കാരിന് എളുപ്പമായിരിക്കില്ല. BJP സെല്ലിനും RSSൻ്റെ പ്രൊപ്പഗൻഡ വിഭാഗങ്ങൾക്കും വലിയ പണിയെടുക്കേണ്ടി വരും. പക്ഷെ അത് ഏൽക്കുന്നില്ല. അതാണ് രസം. ഇത് പാകിസ്ഥാൻ ഫണ്ടിങ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം ഏൽക്കുന്നില്ല. അതേസമയം തന്നെ വേറെ തരത്തിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. ഈ മുഖ്യധാര ഗോദി മീഡിയയിൽ നിന്ന് വേറൊരു പ്രചാരണം കൂടി നടക്കുന്നുണ്ട്. ഈ സമരക്കാരൊക്കെ ഭയങ്കര ആഭാസന്മാരാണ്, അവന്മാർ മോശമായി പെരുമാറി, മാധ്യമപ്രവർത്തകരാക്കുന്നു. എൻ്റെ കൂടെ പഠിച്ചൊരു മധ്യപ്രദേശുകാരിയാണ് പുള്ളിക്കാരി, ജ്യോതി മിശ്ര എന്നുണ്ട്. ഇപ്പോൾ ടൈംസ് നൗവിലാണ് ജോലി ചെയ്യുന്നത്, ആങ്കറാണ്. അപ്പോൾ സമരം നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരി ജന്തർ മന്ദിറിൽ പോയി. അവിടെ വെച്ച് കൂവി വിട്ടപ്പോൾ പുള്ളിക്കാരി അത് അവസരം മുതലാക്കിക്കൊണ്ട് ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടില്ലേ ഇവന്മാർ ചെയ്യുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീലുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഒരു കാര്യവുമില്ല. ഇതിനിടയ്ക്ക് വേറൊരു രസകരമായ സാധനം കണ്ട്. ഈ ഗോദി മീഡിയയുടെ ഭാഗത്തുനിന്ന് ഒരു പയ്യൻ ഡിറ്റെയിൻ ചെയ്ത് ബസ്സിൽ കയറ്റുകയാണ്. ബസ്സിൽ കയറ്റിയിട്ട് ബസ്സിൽ നിന്ന് അവൻ വിൻഡോ വഴി താഴേക്ക് ഇറങ്ങുമ്പോൾ ഏതോ ഒരു ഗോദി മീഡിയയുടെ ക്യാമറമാൻ വന്ന് അവനെ പിടികൂടി ബസ്സിലേക്ക് തള്ളിയിടാൻ നോക്കുകയാണ്. അപ്പോഴത്തെ ആളുകൾ കൂടി വന്നിട്ട് അവൻ രക്ഷപ്പെട്ട് ഈ ഗോദി മീഡിയക്കാരനെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രൊട്ടസ്റ്റിൽ ഏറ്റവും രൂക്ഷമായ എതിർപ്പ് ഉണ്ടാകുന്നത് മോദിക്കും ധർമ്മേന്ദ്ര പ്രധാനും കഴിഞ്ഞാൽ പിന്നെ ഗോദി മീഡിയയ്ക്കാണ്. അതായത് ഈ ഗോദി മീഡിയ എന്നുള്ള സാധനം ഇവരുടെ ഒരു സൈക്കിൾ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുക, ഇൻസ്റ്റാഗ്രാമും എക്സും ഒക്കെ എടുത്ത് നോക്കുക. ഈ ഒരു നറേറ്റീവ് ധർമ്മേന്ദ്ര പ്രധാനും മോദിക്കും അമിത്ഷായ്ക്കും എതിരായിട്ടുള്ള നറേറ്റീവാണ് എല്ലായിടത്തും ഉള്ളത്. അത് എത്ര സപ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അത്തരം സാധനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. മറ്റൊന്ന് BJP സെല്ല് പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിനെ അതിജയിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇനി ഇതിനർത്ഥം ഈ സമരമൊക്കെ മുന്നോട്ട് പോയി മോദി സർക്കാരിനെ അട്ടിമറിച്ച് മോദി താഴെ അതൊന്നും വിചാരിക്കേണ്ട, അത്രയൊന്നും പോയില്ല. പക്ഷേ ഈ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തെ ജ്വലിപ്പിച്ച് നിർത്താൻ ഈ സമരത്തിന് തുടക്കം കുറിയാൻ കഴിയും. പക്ഷെ അത് ഏതറ്റം വരെ കൊണ്ടുപോകണം, ഏതറ്റം വരെ പോകാൻ കഴിയുമെന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കണം. അവരായിരിക്കും അതിൻ്റെ പതാകാവാഹകർ.